നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ കേരള നിയമസഭ ഏകകണ്ഠേന ഒരു പ്രമേയം പാസാക്കി. പ്രമേയം എന്ന് പറയുന്നത് അത്രയധികം പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. കാരണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഈ ഒരു പ്രമേയം പാസാക്കിയ വാർത്ത ചെന്നു എന്നുള്ളതാണ് ഒരു സത്യം. നമ്മുടെ കേരളത്തിനെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റാൻ ശേഷിയുള്ള ഒരു പ്രമേയമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യത്തോടു കൂടി ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. പ്രമേയം വേറൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേരെന്താണ്? മലയാളത്തിൽ കേരളം എന്നാണ്. പക്ഷേ ഈ ഒരു പേര് ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയാണ്? കേരള എന്നാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കിടക്കുന്നത് കേരള എന്നാണ്. നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ, ഫോറിനേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള എല്ലാവർക്കും ഈ കേരളത്തിന് പുറത്തുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സംസ്ഥാനത്തെ വിളിക്കുന്നത് എങ്ങനെയാണ്? കേരള എന്നാണ്. അപ്പൊ ഇനി അത് പറ്റില്ല, നമ്മുടെ മലയാളം ലാംഗ്വേജ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ പേരെന്താണ്? കേരളം എന്നാണ്. അപ്പൊ അങ്ങനെ തന്നെ ഒഫീഷ്യലി നമ്മുടെ സംസ്ഥാനം അറിയപ്പെടണം. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കേരള എന്ന് മാറ്റിയിട്ട് കേരളം എന്നാക്കണം. അപ്പൊ ഇനി മുതൽ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ സ്റ്റേറ്റിനെ എങ്ങനെ വിളിക്കണം? കേരളം എന്ന് തന്നെ വിളിക്കണം. ഓക്കെ, നമുക്ക് ആവശ്യപ്പെടാം കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള നമ്മുടെ പേര് മാറ്റണം, കേരളം എന്ന് തന്നെ ആകണം എന്നുള്ള രീതിയിൽ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കേണ്ട സാഹചര്യമാണോ ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തുള്ളത്? ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയ വാർത്ത കേട്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയെന്ന് ഞാൻ പറയട്ടെ. നമ്മുടെ പണ്ട് കാലത്ത് ചായപീടികളിലും ജംഗ്ഷനുകളിലും ഒക്കെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർ വരും. ഒരുപാട് അമ്മാവന്മാർ വന്നിരുന്ന് ചായ കുടിക്കാൻ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം ഈ അമ്മാവന്മാരുടെ കയ്യിൽ ചായ കുടിക്കാൻ പോലുമുള്ള കാശ് ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ അവർ സംസാരിക്കുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളായിരിക്കും. ബില്ലാദിനെ കുറിച്ചും അമേരിക്കയുടെ പേര് വരെ ചിലപ്പോൾ അവർ മാറ്റിയെന്നിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. നമ്മുടെ കേരള നിയമസഭ വളരെ ഇമ്പോർട്ടൻസോട് കൂടി പാസ്സാക്കിയ ഒരു പ്രമേയമാണ്. ഇതൊരു നല്ല ഡിസിഷൻ ആയിട്ട്, ഇതൊരു നല്ല പ്രമേയമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതേ രീതിയിൽ ഇംഗ്ലീഷിലും പറയണം എന്ന് ആവശ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതേ രീതിയിൽ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. പക്ഷെ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയാവും? മഹാഭാരത എന്നാണ്. ഓക്കെ, അതേപോലെ രാമായണം ഇംഗ്ലീഷിൽ വരുമ്പോൾ എങ്ങനെയാണ്? രാമായണ. ഇനിയും വ്യക്തികളുടെ പേര് പറയാം. രാമൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? രാമ. ശിവൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ശിവ. അപ്പൊ ഈ എന്ന് പറയുന്ന ആ ഒരു ഉച്ചാരണം എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം വരുന്നതാണ്. പക്ഷേ ഈ ഉച്ചാരണം പോലും ഇനിയിപ്പോ കേരളം എന്നാക്കുകയാണെന്ന് വിചാരിച്ചു ഒഫീഷ്യലി, നമ്മുടെ പല കാര്യങ്ങളും അപ്പൊ കേരളം എന്നാക്കേണ്ടി വരും. നമ്മുടെ സർക്കാർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കേരള സർക്കാർ എന്നാണ്. അത് മലയാളം പദമാണ്. കേരള സർക്കാർ എന്നുള്ളത് മലയാളം പദമാണ്. അല്ലാതെ കേരളം സർക്കാർ എന്നല്ലല്ലോ അറിയപ്പെടുന്നത്. കേരളം സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഗ്രാമർ അനുസരിച്ച് തെറ്റാണ്. അപ്പൊ ഈ കേരളം എന്ന് പറയുന്ന പദം ഒറ്റയ്ക്കുള്ള സെന്റൻസുകളിൽ മാത്രമേ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമാണ് കേരളം എന്ന് വരുന്നത്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഇപ്പൊ ഈ കേരളം എന്ന് പറയുന്ന പദം വേറെ ഏതെങ്കിലും വാക്കിന്റെ പ്രിഫിക്സ് ആയിട്ട് മുമ്പിൽ ചേർക്കുകയാണെങ്കിൽ കേരള എന്നേ പറയുള്ളൂ. അതാണ് നമ്മുടെ മലയാളത്തിലെ ഗ്രാമർ. ഗ്രാമാറ്റിക്കലി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ ഗ്രാമർ അനുസരിച്ച് ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ രീതിയിലൊക്കെ ആവശ്യപ്പെടേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം കേരളം എന്നാക്കുവാണെന്ന് വിചാരിച്ചോ, നമ്മുടെ KSEB എന്താണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അതൊക്കെ ഇനി മാറ്റിയിട്ട് കേരളം സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്നാക്കേണ്ടി വരും. KSRTC കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതിനി മാറ്റിയിട്ട് കേരളം സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. അത് ഇങ്ങനെയൊക്കെ ആക്കുമോ? അതൊക്കെ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ ആ ഒരു പ്രയോഗമൊക്കെ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തർത്ഥത്തിലാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയെന്നുള്ളത്. കാരണം നമ്മുടെ സംസ്ഥാനം അത്രയ്ക്കും തകർന്നടിഞ്ഞ നിലയിലാണ്. ഞാൻ കുറേ ഉദാഹരണങ്ങൾ നിരത്താം, എന്നിട്ട് നിങ്ങൾ തന്നെ പറ എന്താണ് നമ്മൾ ഇപ്പൊ തകർച്ചയുടെ വക്കിൽ അല്ലാതെ നിൽക്കുന്നത് എന്നുള്ളത്. ഓക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന എന്ത് കാര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം. നമ്മുടെ KSRTC തകർച്ചയുടെ വക്കിലാണ്. സപ്ലൈകോ സാധനങ്ങളില്ല, ഏകദേശം തകർച്ചയുടെ വക്കിലാണ്. നമ്മുടെ റേഷൻ കടകളിൽ ഒന്നും സാധനം കിട്ടാനില്ല. നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. റേഷൻ കടയിൽ പോകുന്നവർക്ക് അറിയാം, മിക്ക റേഷൻ കടകളിലും സാധനമൊന്നും ഇല്ല. അത് ഭക്ഷിക്കാൻ പോലുമുള്ള സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മുടെ സപ്ലൈകോയിലൊന്നും. ഇനി അടുത്തത് നമ്മുടെ സിറ്റികൾ, തിരുവനന്തപുരം ആയിക്കോട്ടെ, എറണാകുളം ആയിക്കോട്ടെ, മെയിൻ സിറ്റികളാണ്. ഒരു മഴ വന്നു കഴിഞ്ഞാൽ നനഞ്ഞടിഞ്ഞ് തകർന്നു പോകും. ഇനിയിപ്പോൾ നല്ല മഴ വരുവാണ്, പ്രളയം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. മുല്ലപ്പെരിയാർ നമ്മുടെ കേരളത്തിന്റെ തലയ്ക്ക് ആറ്റം ബോംബ് പോലെ നിൽക്കുവാണ് ഈ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന സാധനം. അത് മാത്രമാണോ? നമ്മുടെ വിദ്യാഭ്യാസ രംഗം, അങ്ങനെ നമ്മുടെ ആരോഗ്യ രംഗം എല്ലാം തകരാറിലായിട്ടിരിക്കുകയാണ്. ഒന്നും കൃത്യമായിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. അതിനേക്കാളിലൊക്കെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ക്രൈസിസ്. എക്കണോമിക്കലി ഫിനാൻഷ്യലി തകർച്ചയിലാണ്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലല്ല പൊക്കോണ്ടിരിക്കുന്നത്. കേരള ഈസ് ഓൺ ദ വേർജ് ഓഫ് ബാങ്ക്രപ്സി എന്നുള്ളത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വരെ റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ മലയാളം ന്യൂസ് പേപ്പറുകൾ ആരും ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകൾ വരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. അതായത് നമ്മൾ ബാങ്ക്രപ്സിയുടെ വക്കിലാണ്, നമ്മൾ തകർച്ചയുടെ വക്കിലാണ്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനു മുമ്പ് അങ്ങനത്തെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ പോയിട്ടുള്ളൊരു സംസ്ഥാനം എന്ന് പറയുന്നത് ബംഗാളാണ്.
അത് കഴിയുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കേരളമാകും. അത്രയ്ക്കും ഫിനാൻഷ്യൽ ക്രൈസിസിൽ അത്രയ്ക്കും മോശമായിട്ടൊരു സ്റ്റേജിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. ആ സമയത്തും നമ്മുടെ സംസ്ഥാന അസംബ്ലി ഈ രീതിയിലുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആവശ്യവുമില്ലാതെ സമയവും റിസോഴ്സും വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താവശ്യത്തിന്? നമ്മുടെ കേരളത്തിനെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറ്റാൻ, നമ്മുടെ കേരളത്തിനെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നൽകാൻ വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിക്കോ. അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവാക്കുക. അതിനുവേണ്ടി നിങ്ങൾ റിസോഴ്സസ് പാഴാക്കുക. അതിന് പകരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വെറുതെ തലയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വെറുതെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരള അസംബ്ലിക്ക് ഇപ്പോഴും വേണ്ടത് അനാവശ്യമായിട്ടുള്ള മീഡിയ അറ്റൻഷൻ ആണ്. അത് മാത്രം മതി. മീഡിയ അറ്റൻഷൻ വേണം. ഇപ്പൊ ആവശ്യത്തിന് മീഡിയ അറ്റൻഷൻ കിട്ടി. നാഷണൽ ന്യൂസ് പേപ്പറുകൾ വരെ റിപ്പോർട്ട് ചെയ്തു. കേരളം എന്ന് പറയുന്നത് മാറ്റിയിട്ട് കേരള എന്നാക്കണം. അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം അത്രയും ഇത്രയും മോശപ്പെട്ടൊരു സിറ്റുവേഷനിൽ പോലും ഈ രീതിയിലുള്ള പ്രമേയമൊക്കെ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തലമണ്ട എന്ന് പറയുന്നത് സമ്മതിക്കണം. അത്രയും തലമണ്ടയുള്ള ആൾക്കാരാണ് നമ്മുടെ കേരള നിയമസഭയിൽ പോയി ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിലുള്ള ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. എല്ലാം തകർന്നടിഞ്ഞ് ലാസ്റ്റിൽ മൊത്തത്തിൽ ഇങ്ങനൊരു കൂമ്പാരമായിട്ട് കിടന്നാൽ പോലും അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് എങ്ങനെ മീഡിയ അറ്റൻഷൻ നേടാം എന്നുള്ള കാര്യം മാത്രമായിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രമേയത്തെ കുറിച്ചുള്ള വാർത്ത കേട്ടിട്ട്, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു പ്രമേയത്തിന്റെ ആവശ്യം ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നോ? നമ്മൾ എല്ലാം നല്ല സേഫ് ആയിട്ട് നല്ലൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കാം, ഓക്കെയാണ്, വിഷയമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രമേയം വേണമായിരുന്നോ? ഇത് നല്ല ഡിസിഷൻ ആണോ, ഗുഡ് ഡിസിഷൻ ആണോ, ബാഡ് ഡിസിഷൻ ആണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. അപ്പൊ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.